സോഷ്യൽ മീഡിയ എങ്ങനെ നമുക്ക് ബിസിനസ്സിൽ ഉപയോഗപ്പെടുത്താം എന്ന് പലർക്കും അറിയില്ല, അല്ലെങ്കിൽ അതിൻ്റെ ഫുള്ളായിട്ടുള്ള പൊട്ടൻഷ്യൽ ഉപയോഗിക്കാൻ അറിയില്ല എന്നാണ്. നമുക്ക് മറ്റൊരാളെ ബ്രാൻഡ് വളർത്താൻ നമുക്ക് സഹായിക്കാം, പക്ഷെ അവിടെ നമ്മളൊരു സ്വന്തം ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ എങ്ങനെ ഇതിനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളത് നോക്കണം. കാരണം ഈ സോഷ്യൽ മീഡിയ അപേക്ഷിച്ച് നമ്മൾ പറയും അൽഗോരിതം, അതിൻ്റെ പ്രോഗ്രാമുകൾ, നമ്മൾ അതിനെ ഫീഡ് ചെയ്തുകൊണ്ട് കാര്യമില്ല. നമ്മളെ ബിസിനസ്സിനെ ഫീഡ് ചെയ്യാം. അതായത് സോഷ്യൽ മീഡിയ എടുക്കുന്നു, നമ്മളങ്ങനെ സ്ക്രോൾ ചെയ്യുന്നു, ഓരോ കാര്യങ്ങൾ കാണുന്നു, അതിന് ലൈക്ക് ചെയ്യുന്നു, കമൻറ്റ് ചെയ്യുന്നു. അവിടെ നമ്മളെ ആ ഒരു സോഷ്യൽ മീഡിയ പ്രോഗ്രാം നമ്മളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മളെ അളന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് എന്താണ് ഇഷ്ടം, ഇവർക്ക് എന്താണ് താല്പര്യം, എന്താണ് താല്പര്യമില്ലാത്തത്, അതിനനുസരിച്ച് പിന്നെ അടുത്ത കണ്ടന്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ ആ ഒരു സംഭവങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് നിൽക്കാതെ നമ്മൾ അല്ലെങ്കിൽ ഈ ഒരു കൺസംഷൻ കുറക്കുക. മറ്റുള്ളവർ കണ്ടന്റ് കാണലും അതിന് ലൈക്ക് ചെയ്യലും ആ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കെങ്ങനെ കാര്യങ്ങൾ ചെയ്യാമെന്നുള്ള ആലോചിക്കുക, നമുക്കെങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളത്. കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെ കാര്യങ്ങൾ ഉപയോഗപ്പെടുത്താം എന്നുള്ളത്. ഒന്ന് വരുന്നത് മാർക്കറ്റിങ്ങിനും ബ്രാൻഡിങ്ങിനും, അതായത് റെഗുലർ ആയിട്ട് കണ്ടന്റുകൾ പോസ്റ്റ് ചെയ്യുക. ഏത് പ്ലാറ്റ്ഫോമാണ്, ഇപ്പോൾ യൂട്യൂബ് ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും ഇൻസ്റ്റഗ്രാമിനോ ആണെങ്കിലും ലിങ്ക്ഡിൻ ആണെങ്കിലും എല്ലാം. രണ്ടാമത് അഡ്വർടൈസ്മെന്റിന് വേണ്ടിയിട്ട്, അതായത് പെയ്ഡ് അഡ്വർടൈസ്മെന്റ് എന്നുള്ള രൂപത്തിൽ. ഇപ്പോൾ മെറ്റ അല്ലെങ്കിൽ യൂട്യൂബ് എല്ലാം പെയ്ഡ് അഡ്വർടൈസ്മെന്റിന്റെ കാര്യങ്ങളുണ്ട്, എല്ലാത്തിലും ഉണ്ട്. ടിക്ടോക്ക് ആയാലും സ്നാപ്ചാറ്റ് ആയാലും ഒക്കെ. അപ്പോൾ ഫ്രീ ആയിട്ടുള്ളതൊന്ന്, പെയ്ഡ് ആയിട്ടുള്ളതൊന്ന്. പിന്നെ നമ്മുടെ പേഴ്സണൽ ബ്രാൻഡ് അല്ലെങ്കിൽ ബിസിനസ് ബ്രാൻഡ് ഡെവലപ്പ് ചെയ്യും. പേഴ്സണൽ ബ്രാൻഡാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യം. അതിൻ്റെ ഒപ്പം ബിസിനസ് ബ്രാൻഡും എന്നുള്ളത് രണ്ടും പാരലലി ചെയ്യുമ്പോൾ വളരെ നന്നായിരിക്കും. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് എന്താണ്, ഈ കണ്ടന്റുകളും കാര്യങ്ങളും ഇതൊക്കെ ചെയ്യുക കാരണം നമുക്ക് വിശ്വാസം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ആളുകളുടെ ഇടയിൽ. അത് സ്വാഭാവികമായിട്ടും എൻക്വയറിയിലേക്കും സെയിലിലേക്കും ഒക്കെ പോകും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫ്ലോ വരുന്നത്. അല്ലാതെ ഇന്നൊരു ആഡ് ഇട്ട് നാളെ റിസൾട്ട് വേണം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് കാര്യമില്ല. കുറേ കാര്യങ്ങൾ നമ്മൾ അവിടെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന പോലെ ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യുന്നേ വേണം. പിന്നെയാണ് നമുക്ക് അതിൻ്റെ റിട്ടേൺ വരുന്നത്. പിന്നെ നമുക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താം, സെയിൽസ് ആൻഡ് ലീഡ് ജനറേഷൻ. സ്വാഭാവികമായിട്ടും ഇപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ് സർവീസ് സെല്ല് ചെയ്യാനുണ്ട്, അപ്പോൾ അതിൻ്റെ പരസ്യം എന്നുള്ള രൂപത്തിൽ കൊടുക്കുന്നു. അതൊരു ലാൻഡിംഗ് പേജിലേക്കോ വെബ്സൈറ്റിലേക്കോ അങ്ങനെ കൊടുത്തിട്ട് അത് സെയിൽസ്, അതിൻ്റെ പേയ്മെൻറ്റ് ഗേറ്റ് വേയും കാര്യങ്ങളും ഇതെല്ലാം ചെയ്തിട്ട് സെയിൽസ് എന്ന രൂപത്തിൽ അങ്ങനെ പോകുന്നു. ഇനി അതല്ല ലീഡ് ജനറേഷൻ ആണ്. ഇപ്പോൾ കുറേ പ്രൊഡക്റ്റുകൾ എന്ത് ചെയ്യണം, നമുക്ക് ലീഡായിട്ട് കിട്ടിയിട്ട് വേണം പിന്നെ ആയിരിക്കും നമുക്ക് സെയിൽ നടക്കുന്നുണ്ടാവുക. അപ്പോൾ അതിന് ആ രൂപത്തിൽ എടുക്കാൻ പറ്റും, ലീഡ് ജനറേഷൻ എന്നുള്ള രൂപത്തിൽ. അവിടെ ലീഡ് ജനറേഷൻ നടക്കണമെങ്കിൽ നമ്മൾ എന്ത് വേണം, ആദ്യം പറഞ്ഞ കണ്ടന്റുകളും കാര്യങ്ങളും ഇതൊക്കെ ചെയ്യുന്നേ വേണം. എന്നാലാണ് കറക്റ്റ് നല്ല രൂപത്തിലുള്ള ലീഡുകളും കാര്യങ്ങളും ഇതെല്ലാം വരുള്ളൂ. പിന്നെ ഈ ലീഡ്സിന് നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകിൽ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ലീഡ്സിനെ ഒന്നുകിൽ ഫോം രൂപത്തിലോ അങ്ങനെ ഇതാക്കാം, അല്ലാണ്ടെങ്കിൽ നമ്മൾ വെബ്സൈറ്റിലേക്കോ ലാൻഡിംഗ് പേജിലേക്കോ കൊണ്ടുപോയിട്ട് അങ്ങനെയും ലീഡ് ജനറേഷൻ നടത്താം. അപ്പോൾ ഈ 3 കാര്യങ്ങളും അതിൽ വരുന്നുണ്ട്. അതിനുശേഷം വരുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമർ സപ്പോർട്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇപ്പോൾ ആരെങ്കിലും നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് കൂടുതൽ അറിയാനൊക്കെ താല്പര്യപ്പെടുകയാണെങ്കിൽ ആ ഒരു മെസ്സഞ്ചർ പ്ലാറ്റ്ഫോംസിന് ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, വാട്സപ്പോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് മെസ്സഞ്ചറോ ഇൻസ്റ്റാഗ്രാം മെസ്സഞ്ചറോ മറ്റേത് മെസ്സഞ്ചർ പ്ലാറ്റ്ഫോം ആണെങ്കിലും അതിനെയും നമുക്ക് ഉപയോഗപ്പെടുത്താറില്ല. അപ്പോൾ സെയിൽസിന് നമുക്ക് ഉപയോഗപ്പെടുത്താം, കസ്റ്റമർ സപ്പോർട്ടിന് ഉപയോഗപ്പെടുത്താം, മാർക്കറ്റിങ്ങിന് ഉപയോഗപ്പെടുത്താം. ഈ 3 കാര്യങ്ങൾക്ക് നമുക്ക് ഉപയോഗപ്പെടുത്താം ഈ സോഷ്യൽ മീഡിയ. പിന്നെ അതിനുശേഷം ഇപ്പോൾ നിങ്ങളുടെ സ്റ്റാഫിനെ നോക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സാധാരണ പറയാം എംപ്ലോയർ ബ്രാൻഡിങ് അല്ലെങ്കിൽ റിക്രൂട്ടിങ്ങിന് വേണ്ടി, ഇപ്പോൾ നിങ്ങളുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുള്ള വാക്കൻസികൾ അത് പബ്ലിഷ് ചെയ്യാൻ, അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങളുടെ സ്ഥാപനത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അതിൽ പബ്ലിക്കായിട്ട് ഇടുന്നുണ്ടാവാം. ഓരോ എംപ്ലോയി റിലേറ്റഡ് ആയിട്ടുള്ളത്, അവിടുത്തെ കൾച്ചർ എങ്ങനെയാണ്, അവിടുത്തെ മറ്റുള്ള ആഘോഷങ്ങൾ, അല്ലെങ്കിൽ അവിടുത്തെ ഓരോ കാര്യങ്ങൾ, ഇങ്ങനത്തെ ഡെയിലി കാര്യങ്ങൾ, ഇങ്ങനത്തെ എംപ്ലോയീസ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റുകളും ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് കുറേ ആളുകൾ എന്ത് ചെയ്യും, ഫ്യൂച്ചർ രൂപത്തിൽ അതിൽ ആകർഷിതരായിട്ട് ഈ ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്യണം, നല്ലൊരു കൾച്ചറാണ്, നല്ലൊരു വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ആണ്, ഇങ്ങനെയൊക്കെ കണ്ടിട്ട് നല്ല സ്റ്റാഫിനെ കിട്ടാനും നിങ്ങൾക്ക് അതിൽ ഉപയോഗപ്പെടുത്താം. ഇതിനൊക്കെ എന്ത് വേണം, നമ്മൾ ആക്റ്റീവായിരിക്കണം. അതിനുശേഷം പിന്നെ ബിൽഡിംഗ് കമ്മ്യൂണിറ്റീസ്, ഇപ്പോൾ ഫേസ്ബുക്ക് ഗ്രൂപ്പുകൾ, വാട്സപ്പ് കമ്മ്യൂണിറ്റികൾ, സംഭവങ്ങൾ, ഇൻസ്റ്റഗ്രാമിൻ്റെ അല്ലെങ്കിൽ ഇപ്പോൾ യൂട്യൂബിൻ്റെ ബ്രോഡ്കാസ്റ്റിംഗ് ഒരു കമ്മ്യൂണിറ്റി സംഭവങ്ങളൊക്കെ, ഇൻസ്റ്റഗ്രാമിൻ്റെ ബ്രോഡ്കാസ്റ്റിംഗ് ചാനലുകൾ. ഇനി അതല്ലാന്നെങ്കിൽ നമുക്ക് ലൈവ് വീഡിയോസ് അല്ലെങ്കിൽ ലൈവ് ഉപയോഗപ്പെടുത്തും. ഇപ്പോൾ യൂട്യൂബ് ആണെങ്കിലും അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം ആണെങ്കിലും ഒക്കെ ഇത്രയും കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഈ ഒരു സോഷ്യൽ മീഡിയ കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. അപ്പോൾ ഇതൊക്കെ സോഷ്യൽ മീഡിയയുടെ പ്ലസ് പോയിന്റുകളാണ്. ആ പ്ലസ് പോയിന്റ് മാത്രം നമ്മൾ കണക്കിലാക്കിയാൽ മതി. അതിനെ നമുക്ക് എങ്ങനെ ലിവറേജ് ചെയ്യാൻ പറ്റും, നമുക്ക് മുതലാക്കാൻ പറ്റും എന്നുള്ളത് ആലോചിക്കുക. താങ്ക് യു സോ മച്ച്.